ഐസ് ഏജ് ഫ്രാഞ്ചൈസിയിലെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ ഐസ് ഏജ് കൊളീഷൻ കോഴ്സ് പുറത്തിറങ്ങിയത് 2016-ലാണ്. സ്ക്രാറ്റ് തനിക്ക് കിട്ടിയ അക്കൗണ്ട് ഒളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ താഴെ ഒരു ഗുഹയിൽ പെടുന്നു. അവന്റെ ചെയ്തി കാരണം മഞ്ഞിൽ ഉറച്ചുപോയ ഒരു പഴയ പറക്കും തളിക ആക്ടിവേറ്റ് ആവുന്നു, ബഹിരാകാശത്തെത്തുന്നു. അവനും എക്കോണും സ്പേസ് സൂട്ട് ധരിച്ച് എക്സിറ്റ് ചെയ്യപ്പെടുന്നു. ഒരു ഉൽക്ക അവൻ കാരണം ഭൂമിയിലേക്ക് പതിക്കാൻ പോവുകയാണ്. ഐസ് ഏജ് 4-ലെ സംഭവങ്ങൾക്ക് ശേഷം 5 വർഷം പിന്നിട്ടിരിക്കുന്നു. മാനിയും പീച്ചസും ഐസ് ഹോക്കി കളിക്കുകയാണ്. അപ്പോഴേതാ പീച്ചസിന്റെ പ്രതിഷ്ഠിത വരൻ ജൂലിയൻ കടന്നു വരുന്നു. എന്തോ മാനിക്ക് അവന്റെ വരവ് ഇഷ്ടപ്പെടുന്നില്ല. എലിയും അമ്മാമയും അവിടെ എത്തുന്നു. ജൂലിയൻ എലിക്ക് ഒരു ബൊക്കെ കൊടുക്കുന്നു. ജൂലിയന്റെ ഓവർ അറ്റാച്ച്മെന്റ് മാനിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. എലി പീച്ചസിനെ ഒരു കാര്യത്തിന് വിളിക്കുന്നു. എന്താണെന്ന് മാനിക്ക് അറിയില്ല. സിഡ് ഒരു ഡേറ്റിന് പ്രിപ്പയർ ചെയ്യുകയാണ്, തന്റെ ഗേൾഫ്രണ്ടിനെ പ്രപ്പോസ് ചെയ്യാൻ. പക്ഷേ സംഗതി പറയും മുന്നേ തന്നെ അവൾ അങ്ങോട്ട് റിജക്ട് ചെയ്യുന്നു. മാനിയും ഡിയാഗോയും വിവാഹശേഷമുള്ള തങ്ങളുടെ ലൈഫിലെ അധോഗതി ചർച്ച ചെയ്യുകയാണ്. ഷീരയും ഡിയാഗോയും വിവാഹിതരായിട്ടുണ്ട്. സിഡ് സെഡായി അവരുടെ മുന്നിൽ വന്ന് കരയുകയാണ്. എല്ലാവർക്കും ആരേലുമുണ്ട്, ഇത്ര സുന്ദരനായ എനിക്ക് ആരുമില്ല. അങ്ങ് സ്പേസിൽ എക്കോണുമായി സ്ക്രാറ്റ് പറക്കും തളികയിൽ തിരിച്ചെത്തുന്നു. ഭൂമിയിൽ നിന്ന് ദൂരെയാണെന്ന് മനസ്സിലാക്കി പേടിച്ചു നിൽക്കുമ്പോൾ ഉൽക്കകൾ ഭൂമിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സെഡായ സിഡുമായി മാനിയും ഡിയാഗോയും എലിയെ തിരിഞ്ഞിറങ്ങുമ്പോൾ ആരെയും കാണുന്നില്ല. സർപ്രൈസ്! മാനിയുടെയും എലിയുടെയും വിവാഹ വാർഷികമായിരുന്നു അന്ന്. പക്ഷെ എന്നത്തെയും പോലെ മാനി ഇപ്രാവശ്യം മറന്നിരിക്കുന്നു. ആകാശത്ത് ഫയർ വർക്ക്സ് കണ്ട് അത് മാനി ഒരുക്കിയതാണെന്ന് എലി കരുതുന്നു. മാനി തിരുത്താനും നിന്നില്ല. ആര് ചെയ്തതാണാവോ? ഷീരയും ഡിയാഗോയും ഒരു കുഞ്ഞിനായി ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ തങ്ങൾ നല്ല പാരന്റ്സ് ആകുമോ എന്നവർ സംശയിക്കുന്നു. മുന്തിരി കഴിക്കുകയായിരുന്ന അവരുടെ മുഖത്ത് മുന്തിരിച്ചാറ് പടർന്നിരുന്നു. അത് കണ്ട് കളിക്കുന്ന പിള്ളേർ പേടിച്ചോടുന്നു. കാരണം അവർക്ക് മനസ്സിലാവുന്നില്ല. വിവാഹത്തിന് ശേഷം ജൂലിയനും പീച്ചസും ലോകം ചുറ്റിക്കറങ്ങാൻ പ്ലാൻ ചെയ്യുകയാണെന്ന് മാനി മനസ്സിലാക്കുന്നു. മാനി അതിന്റെ കലിപ്പിലാണ്. സത്യത്തിൽ മുകളിൽ നടക്കുന്ന ഉൽക്കവർഷമാണെന്ന് ഡിയാഗോയും മാനിയും പിന്നീട് മനസ്സിലാക്കുന്നു. ഒന്ന് വരുന്നത് അവരുടെ അടുത്തേക്കായിരുന്നു. പിന്നെ ഓരോന്നായി ഭൂമിയിൽ പതിക്കാൻ തുടങ്ങി. എലിക്കും ഇത് മാനിയുടെ ഫയർ വർക്ക്സ് അല്ല എന്ന് മനസ്സിലാവുന്നു. എല്ലാവരും ഓടി രക്ഷപ്പെടുകയാണ്. ഒരു ഗുഹയിൽ കയറുന്നു. ഭയന്ന് പീച്ചസ് ജൂലിയന്റെ അടുത്തേക്കാണ് നീങ്ങുന്നത്. എല്ലാം തീർന്നെന്ന് കരുതിയ സിഡ് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ കരുമാടി കുട്ടനാവുന്നു. ഈ സമയം ഡൈനോ വേൾഡിൽ കാസ്മസോറസിന്റെ മുട്ട തട്ടിയെടുക്കുന്ന 3 ഡ്രോമസോറസുകളെ കാണാം. അത് അച്ഛനും മക്കളുമായിരുന്നു, ഗാവിൻ, ഗേർട്ടി ആൻഡ് റോഗർ. ദാ നമ്മുടെ ബക്ക് 3 പേരെയും കറക്കി മുട്ട തിരിച്ചെടുത്ത് അമ്മക്ക് തിരിച്ചു കൊടുക്കുന്നു. ബക്ക് മുങ്ങുകയാണ്. പാറയിൽ തട്ടി വീണ ബക്ക് ഒരു രഹസ്യ സ്ഥലത്തെത്തുന്നു. അവിടെ നിന്ന് കാൽ തട്ടി ഒരു ശില ഉയർന്നു വരുന്നു. അതിലുള്ളത് കണ്ട് അവൻ ഞെട്ടുകയാണ്. മാനിയും കൂട്ടരും ഗുഹയിൽ നിന്ന് പുറത്തു വരുന്നു. ഉൽക്ക ജയിച്ച ഒരു യുദ്ധക്കളം പോലെ ആയിട്ടുണ്ട് അവിടെ. ദൂരെ ഒരു വലിയ ഗർത്തം കാണുന്നു. അതിൽ നിന്ന് ഒരാൾ പുറത്തു വരുന്നു. ബക്ക്. ബക്ക് വന്നത് ആ ശിലയും കൊണ്ടാണ്. 21 വർഷങ്ങൾക്ക് ശേഷമാണ് ബക്ക് അവരെ വീണ്ടും കാണുന്നത്. ഉൽക്കവർഷം ഒരു തുടക്കം മാത്രമാണെന്ന് ബക്ക് പറയുന്നു. ശിലയിൽ എഴുതിയത് അവൻ വായിക്കുന്നു. എല്ലാ 100 മില്യൺ വർഷത്തിലും ഒരു ഉൽക്കവർഷം ഉണ്ടാവാറുണ്ട്. ഓരോ സമയം ഒരു വലിയ ഉൽക്ക വന്ന് ഒരു പർവ്വതത്തിൽ വീഴും. ഓരോ പ്രാവശ്യവും ഓരോ ജീവികൾ ഇതിനാൽ വംശനാശം സംഭവിക്കുന്നു. ആകാശത്ത് ഇനി എത്താൻ പോകുന്ന വലിയ ഉൽക്ക ബക്ക് കാണിച്ചു കൊടുക്കുന്നു. എല്ലാ പ്രാവശ്യം ഒരേ പർവ്വതത്തിലാണ് ഉൽക്ക വന്ന് പതിക്കുന്നത്. ബക്ക് അങ്ങോട്ട് പോവുകയാണ്. എന്താണ് ഉൽക്കയെ ഇത്രമാത്രം ആകർഷിക്കുന്നതെന്ന് കണ്ടെത്താൻ. എന്നിട്ട് ഉൽക്കയെ വഴിതിരിച്ചു വിടാൻ ഒരു വഴി കണ്ടെത്താൻ. ഉൽക്കയിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെടാൻ നോക്കുമ്പോൾ നീ അത് വീഴുന്ന കറക്റ്റ് സ്പോട്ടിലേക്ക് ഓടിച്ചെല്ലുകയാണെന്ന് മാനി ചോദിക്കുന്നുണ്ട്.
നിങ്ങൾ എത്ര ഓടിയാലും ഉൽക്ക ഉണ്ടാക്കാൻ പോകുന്ന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ലെന്ന് ബക്ക് വിശദീകരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉൽക്ക വർഷത്തിൽ നിന്ന് ഒരു കൂട്ടം ഡൈനോസോഴ്സ് രക്ഷപ്പെട്ടില്ലേ, അതുപോലെ നമ്മൾക്കും എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാം. എന്റെ കൂടെ നിൽക്കും. ടീം ഒരു ചർച്ചയിടുന്നു. രണ്ട് അഭിപ്രായം വരുന്നു. പക്ഷെ ബക്കിനെ നന്നായി അറിയുന്നവർ എന്തായാലും കൂടെ പോവാമെന്ന് ഉറപ്പിക്കുന്നു. ഭീമൻ ഉൽക്ക വരാൻ ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. അവർ പർവ്വതം ലക്ഷ്യമാക്കി യാത്ര തുടങ്ങുന്നു. അപ്പോഴേക്കും വില്ലൻ ഡൈനോസ് അവിടെ എത്തുന്നു. എല്ലാം അവർ കേട്ടിട്ടുണ്ട്. പറക്കാൻ കഴിയുന്ന അവർക്ക് ഉൽക്കയിൽ നിന്ന് രക്ഷപ്പെടാം. എല്ലാ ജീവികളും നശിച്ചാൽ ഭൂമി അവർക്ക് സ്വന്തം. ഗാവിനും ഗർട്ടിനും ഈ നിലപാടിനോട് റോജർ അംഗീകരിക്കുന്നില്ല. ഇതിലൊരു ലോജിക്കുമില്ല എന്ന് പറയുന്നു. പക്ഷെ ആര് കേൾക്കാൻ? ബക്കിനെ ഏത് വിധേനയും തടയണം. അതായിരുന്നു ഗാവിന്റെയും ഗർട്ടിയുടെയും ഉദ്ദേശം. സ്ക്രാറ്റും മക്കോണും തൊട്ടുകളി തുടരുകയാണ്. ഉൽക്കയുടെ വരവും. അപകടത്തിന്റെ തീവ്രതയോർത്ത് പേടിച്ചു നിൽക്കുന്ന ജൂലിയനെ സിഡ് ചിയറപ്പ് ചെയ്യുകയാണ്. വിവാഹം അവൻ പ്ലാൻ ചെയ്യാമെന്നും പറയുന്നു. മാനിക്ക് ഒട്ടും ജൂലിയനെ ഇപ്പോഴും പിടിക്കുന്നില്ല. എലി കുറച്ച് ചൂടിലാണ്. പക്ഷെ അത് പറഞ്ഞ് സമയം കളയാൻ അവൾക്ക് താല്പര്യമില്ല. ഉൽക്കയുടെ പ്രശ്നം തീർന്നിട്ടാവാം അത് എന്നാണ് അവളുടെ പക്ഷം. ജൂലിയൻ പീച്ചസിനെ അവരിൽ നിന്ന് അകത്തുമോ എന്നതാണ് മാനിയുടെ പേടി. എന്നാൽ അവരെ നമ്മുടെ കൂടെ നിർത്താൻ വല്ല ഐഡിയയും കണ്ടെത്തിയാൽ പോരെയെന്ന് എലി ചോദിക്കുന്നു. അത് ശരിയാണല്ലോ, അവളുടെ ഐഡിയ പോലെ തോന്നിപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, എലി പറയുന്നു. ബക്ക് ഉൽക്കയുടെ പീസ് കൊണ്ടുവരുന്നു. അതിന് ഇലക്ട്രോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. പർവ്വതത്തിൽ മുമ്പ് വീണ ഉൽക്കകളായിരിക്കാം പുതുതായി വരുന്ന ഉൽക്കകളെ ആകർഷിക്കുന്നെന്നും ഭൂമിയിലേക്ക് പതിപ്പിക്കുന്നെന്നും അവൻ പറയുന്നു. പർവ്വതത്തിലുള്ള ഉൽക്കപാറകളെ ആകാശത്തേക്ക് തിരിച്ചുവിട്ടാൽ ഇനി ഒരിക്കലും ഈ ദുരന്തങ്ങൾ ഉണ്ടാവില്ല എന്നും പറയുന്നു. യാത്ര തുടരുന്നു. ഡൈനോസ് പിന്നാലെയുണ്ട്. ബക്ക് അവരെ കാണുന്നു. എന്നാൽ ഇവരുടെ വരവിനെ കുറിച്ച് മാനിയോടും കൂട്ടരോടും പറയുന്നില്ല. കാട്ടിലൂടെ അവരിൽ നിന്ന് മറഞ്ഞ് മുന്നോട്ട് നീങ്ങുന്നു. ഈ സമയം സ്ക്രാച്ച് എക്കോണിനെ ആകർഷിക്കാൻ ശ്രമിച്ച് ചന്ദ്രനെ ഭൂമിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അത് കാരണം ഭൂമിയിലെ വെള്ളം ഉയരുന്നു. ഒരു അത്ഭുതം പോലെ ബക്കിന്റെയും ടീമിന്റെയും മുന്നിൽ നദി ഉയരുകയാണ്. സ്ക്രാച്ച് കാരണം എല്ലാവരിലും ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്ട് കാണുകയാണ്. പീച്ചസ് അതിനിടയിൽ കുടുങ്ങുന്നു. പക്ഷെ അവളെ രക്ഷിക്കാൻ ശ്രമിച്ച് മാനിയും എലിയും വീണ്ടും കുടുങ്ങുന്നു. എന്നാൽ ഡിയാഗോയും ഒപ്പോസും അവരെ രക്ഷിക്കുന്നു. ഒരു ബ്രേക്ക് എടുക്കാൻ സമയമായെന്ന് ബക്ക് പറയുന്നു. ഡിയാഗോക്ക് ജൂലിയനെ ഇഷ്ടമായിരുന്നു. അവൻ നല്ല പയ്യനാണെന്ന് മാനിയോട് പറയുന്നുണ്ട്. രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ റോജർ വന്ന് ബക്കിനെ തട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷെ ആള് മാറിയിരുന്നു. അത് അമ്മാമ്മയാണ്. പിന്നെ പറയണ്ടല്ലോ, അവരുടെ അതോ ഗതിയായിരുന്നു. അമ്മാമ്മ വീണ്ടും താഴേക്ക് വീഴുന്നു. രാവിലെ പോവാൻ നിൽക്കെ അമ്മാമ്മയെ തിരയുമ്പോൾ കാണുന്നില്ല. ബക്ക് അറിയാതെ സത്യം പറയുന്നു. അമ്മാമ്മയെ തിരഞ്ഞ് ഡിയാഗോ മണം പിടിച്ചെത്തുന്നത് ആ പർവ്വതത്തിലുള്ള ഒരു വലിയ ഉൽക്കയുടെ അടുത്താണ്. ആ ഉൽക്ക എങ്ങനെയാണ് തിരിച്ചു പറപ്പിക്കുന്നതെന്ന് മാനി ചോദിക്കുന്നു. നടന്നത് തന്നെ നടക്കും, നമ്മൾക്ക് അറിയില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് ബക്ക് പറയുന്നു. അമ്മാമ്മ പടമായെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അമ്മാമ്മയുടെ ശബ്ദം ഉൽക്കയുടെ അകത്തു നിന്ന് കേൾക്കുന്നു. അതിൻ്റെ അകത്ത് ഒരു ബണ്ണി അമ്മാമ്മയെ മസാജ് ചെയ്യുകയാണ്. ഒരു പുതിയ ലോകം തന്നെയായിരുന്നു അതിൻ്റെ അകത്ത്. അവിടെ വെച്ച് ഒരു ഫീമെയിൽ സ്ലോത്തിനെ കാണുന്നു, ബ്രൂക്ക്. സിഡിനെ കണ്ടതും അവൾ ഫ്ലാറ്റ് ആവുന്നു. ബക്ക് വിഷയത്തിലേക്ക് വരുന്നു. ബ്രൂക്ക് അവരുടെ ഗുരുവായ ഷാങ്ക്രിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ആ സ്ഥലത്തിനെ അവർ വിളിക്കുന്നത് ജിയോടോപ്പിയ എന്നാണ്. ഷാങ്ക്രി ഒരു ലാമയാണ്, യോഗാചാര്യൻ. ജിയോടോപ്പിയയിലെ ഈ ഉൽക്കകൾ ആജീവനാന്ത യുവത്വം നൽകുമെന്ന് ഷാങ്ക്രി പറയുന്നു. എറ്റേണൽ യൂത്ത്.
ഷാങ്ക്രിക്ക് 400 വർഷം പ്രായമുണ്ട്. ബണ്ണിക്ക് 326. ജിയോടോപ്പിയ ബഹിരാകാശത്തേക്ക് വിടാനുള്ള പ്ലാൻ ബക്ക് പറയുന്നു. ഷാങ്ക്രിക്ക് അതിനുള്ള വഴി അറിയാമെന്ന് ചോദിക്കുന്നു. പറഞ്ഞു കൊടുക്കില്ലല്ലോ. ബ്രൂക്കും സിഡും സിങ്കായ മട്ടാണ്. ബ്രൂക്ക് ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുന്നു. തിരിച്ച് എൻഗേജ്മെന്റിനായി ഒരു ഡയമണ്ട് റിംഗ് തപ്പുകയാണ് സിഡ്. അവിടെയുള്ള ഒരു ക്രിസ്റ്റൽ അവൻ വലിച്ചൂരിയെടുക്കുന്നു. അത് എടുത്തതും ജിയോടോപ്പിയ തകരുന്നു. ഷാങ്ക്രി ചൂടാവുന്നു. ബ്രൂക്ക് പക്ഷേ സിഡിനെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അപ്പോഴേക്കും ജിയോടോപ്പിയക്കാരെല്ലാം പഴയ പടിയാവുന്നു, വയസ്സന്മാർ. സിഡ് ക്ഷമ പറയുന്നു. ഷാങ്ക്രിയുടെ പിരിവിരിപ്പ് കണ്ടു നിൽക്കവേ ബക്ക് അടുത്തുള്ള വോൾക്കാനോ കാണുന്നു. അതിൽ നിന്ന് വരുന്ന ആവി പോകുന്ന സുഷിരങ്ങൾ അടച്ച് ഇലക്ട്രോമാഗ്നറ്റിക് ശക്തിയുള്ള ഈ ഉൽക്കകൾ വോൾക്കാനോയിലിട്ട് വോൾക്കാനിലെ പ്രഷർ ഉപയോഗിച്ച് സ്പേസിലേക്ക് വിടാമെന്ന് ബക്ക് പറയുന്നു. ക്രിസ്റ്റൽസ് ഒന്നും കൊടുക്കാൻ ഷാങ്ക്രി സമ്മതിക്കുന്നില്ല. പക്ഷേ ആകാശത്തേക്ക് വന്നത് തിരിച്ചു കൊടുക്കാൻ സമയമായെന്ന് ബ്രൂക്ക് പറയുന്നു. അവൾ എല്ലാവരും ഒരുമിച്ച് ചേർക്കുന്നു. വലിയ ക്രിസ്റ്റലുകൾ വോൾക്കാനോയിലേക്ക് കൊണ്ടുപോവുകയാണ്. കുറെ പേർ സുഷിരങ്ങൾ അടക്കുകയാണ്. അങ്ങനെ വോൾക്കാനോയുടെ പ്രഷർ കൂട്ടുകയാണ്. സംഗതി പുരോഗമിക്കുകയാണ്. ഷെഡ്യൂളിനും 6 മിനിറ്റ് നേരത്തെയാണെന്ന് ബക്ക് പറയുന്നുണ്ട്. എന്നാൽ സ്ക്രാച്ച് കാരണം 6 മിനിറ്റ് പിന്നോട്ടാവുന്നു. ഏറ്റവും വലിയ ക്രിസ്റ്റൽ മാനിയും ജൂലിയനും കൂടെ എടുക്കാൻ ശ്രമിക്കവേ ഡൈനോസ് എത്തുന്നു. ബക്കിനെ പിടികൂടുന്നു. കാര്യത്തിന്റെ സീരിയസ്നെസ് ബക്ക് അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അവരും കത്തിച്ചാമ്പലാവുമെന്ന് പ്രകൃതി തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. തന്റെ അച്ഛനും പെങ്ങൾക്കും റോജറും തലയിൽ വെളിച്ചം കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ സഹായിക്കുന്നു. വലിയ ക്രിസ്റ്റൽ അവർ വോൾക്കാനിൽ എത്തിക്കുകയാണ്. പക്ഷെ ഒരു ഉൽക്ക കാരണം അത് താഴെ വീഴുന്നു. മാനി വോൾക്കാനിലേക്ക് തിരിച്ചെത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഭയമൊന്നുമില്ലാതെ ജൂലിയനും അവനെ സഹായിക്കാൻ കൂടുന്നു. എനിക്ക് നിങ്ങളുടെയും നിങ്ങളുടെ മകളുടെയും കൂടെ ജീവിക്കണമെന്ന് ജൂലിയൻ പറയുന്നു. കാര്യം നടക്കാതായപ്പോൾ ജൂലിയനെ ട്രസ്റ്റ് ചെയ്ത് ക്രിസ്റ്റൽ വിടുന്നു. അത് റോൾ ചെയ്ത് ഒരു ബൂമറാങ് പോലെ വോൾക്കാനിൽ തന്നെ വന്ന് പതിക്കുന്നു. വോൾക്കാന പക്ഷേ പൊട്ടിത്തെറിക്കുന്നില്ല. അപ്പോൾ അമ്മാമ്മ അടുത്തുള്ള ഒരു സുഷിരം കൂടി അങ്ങ് അടക്കുന്നു. വോൾക്കാന പൊട്ടിത്തെറിക്കുന്നു. അതിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ഉൽക്കയിലെ ഇലക്ട്രോമാഗ്നറ്റിക്കിന്റെ പവറിൽ വരുന്ന ഉൽക്കയെ ദിശ മാറ്റി ഭൂമിയിൽ തട്ടാതെ പാസ് ചെയ്യുന്നു. എല്ലാവരും ആ വിജയം ആഘോഷിക്കുകയാണ്. മാനിയും കൂട്ടരും തിരിച്ചു പോകാൻ തയ്യാറെടുക്കുകയാണ്. എന്നാൽ ബ്രൂക്ക് സിഡിന്റെ കൂടെ വരുന്നില്ല. അമ്മാമ്മയും. ഓർമ്മയ്ക്കായി ബ്രൂക്ക് ഒരു ഗിഫ്റ്റ് നൽകുന്നു. പറ്റുന്ന പോലെ സിഡ് തിരിച്ചും ഒരു ഗിഫ്റ്റ് നൽകുന്നു. ഇലക്ട്രോമാഗ്നറ്റിക് പവറുള്ള ഒരു ക്രിസ്റ്റൽ മാത്രം ആകാശത്തിൽ നിന്ന് താഴേക്ക് ഒരു കുളത്തിൽ കുടുങ്ങുന്നു. അത് ഒരു മാജിക്കൽ കുളമായി മാറുന്നു. എല്ലാവർക്കും യുവത്വം തിരിച്ചു കിട്ടുന്നു. അവിടെയുള്ള അമ്മാമ്മയ്ക്കും. അമ്മാമ്മ ഇപ്പോൾ പൊളിയാണ് കേട്ടോ. ജൂലിയന്റെയും പീച്ചസിന്റെയും വിവാഹം നടക്കാൻ പോവുകയാണ്. കുട്ടികളൊക്കെ ഡിയാഗോയുടെയും ഷീറയുടെയും ഫാനായി മാറിയിട്ടുണ്ട്. പീച്ചസ് ടെൻസ്ഡ് ആണ്. പക്ഷെ പാരന്റ്സ് അവളെ സമാധാനിപ്പിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. പീച്ചസിന് അവരെ വിട്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. പക്ഷെ പാരന്റ്സ് അവളോട് ലോകം എക്സ്പ്ലോർ ചെയ്യാൻ പറയുന്നു. മടങ്ങി വരുമ്പോൾ സ്വീകരിക്കാൻ അവർ അവിടെ തന്നെ ഉണ്ടാവുമെന്ന് ഉറപ്പു നൽകുന്നു. അങ്ങനെ പീച്ചസും ജൂലിയനും വിവാഹിതരാവുകയാണ്. സന്തോഷത്തോടെയാണെങ്കിലും ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സിഡ് ബ്രൂക്കിനെ കാണുന്നു. സിഡിന് വേണ്ടി ബ്രൂക്ക് അവിടെ വെച്ച് ഒരു പാട്ട് പാടുന്നു. എല്ലാവരും പാർട്ടി എൻജോയ് ചെയ്യുകയാണ്. സിഡിൽ ഒരു അടിപൊളി വെഡിങ് പ്ലാനർ ഉണ്ടെന്നും കാണിച്ചു കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി,
ചൊവ്വ അതായത് മാർസ് പണ്ട് ഭൂമിയെ പോലെ ആയിരുന്നത്രേ. അത് ഇങ്ങനെ ആവാനുള്ള കാരണം സ്ക്രാറ്റ് തന്നെയാണ് കേട്ടോ.